വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പണിക്കെത്തിയിട്ടുള്ള സിവിക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ക്രേസി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രേസിൻ്റെ വണ്ടിയിൽ നമ്മൾ നേരെ നമ്മളെ വർക്ക്ഷോപ്പിൽ പോകും. നമ്മൾ സിവിക്ക് എടുക്കാണ്ട്. സിവിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വണ്ടി ഇടിച്ചിട്ടുണ്ടായി നമ്മൾ ട്രിപ്പിൽ. അപ്പോൾ അത് എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ക്രേസി വരുന്നവരൊന്ന് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ക്രേസി വന്നിട്ടുണ്ട്. അപ്പോൾ ക്രേസി കാറെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഇരിക്കാം. ഓക്കെ, ക്രേസ് എന്തായാലും മുമ്പിൽ കയറിയിരിക്കണം നമ്മളോട് വണ്ടി എടുക്കാൻ. നമുക്ക് എന്തായാലും നേരെ കാറിലോൻ്റെ വീട്ടിൽ പോവാം. കാറിലുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇനി കാറിലോൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ നേരെ നമ്മൾ അവിടെ എത്തിയതിൻ്റെ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കാറിലോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ കാറിലത് മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഷിഫ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങി ചോദിച്ചൊക്കെ ഉണ്ടോയെന്ന്. എന്നാൽ ശരി, എന്നാൽ വേഗം വണ്ടി കയറിക്കോ. അപ്പോൾ എന്തായാലും നമ്മളുടെ കാറിലുണ്ട് എന്നാണ് പറഞ്ഞത്. കാറിലോൻ്റെ വണ്ടി ഇട്ടത്. അപ്പോൾ നമ്മൾ കാറിലോൻ്റെ വണ്ടി കയറിയിട്ടുണ്ട്. എന്തായാലും കാറിലോനും വരുന്നുണ്ട്. നമുക്ക് നേരെ കാറിലോനെ കൂട്ടി നേരെ വർക്ക്ഷോപ്പിൽ പോവുക. എന്നിട്ട് സിവിക്ക് എടുക്കുക. സിവിക്ക് ഇപ്പോൾ എന്താ പാടെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കൂട്ടേണ്ട ഷോപ്പാണ് സിവിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിളിച്ചപ്പോൾ മണ്ണൊക്കെ സെറ്റാണ്, ഞാൻ അവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എടുത്ത് പോകാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ എത്തിയതിൻ്റെ ശേഷം കാണാം. അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ ഇവിടെ എത്തി. എൻ്റെ ഷോപ്പിൽ എന്തായാലും ടയർ സർവീസിന് പോകാൻ കാറിലോൻ്റെ കാറ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും റിവേഴ്സ് അടിച്ചിട്ട് നമുക്ക് നിർത്തിയിടാം. നമ്മളെന്തായാലും കാറ് കണ്ടിട്ട് കേട്ടോ. കാറ് ഇതൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം കാറൊന്ന് പോയി കാണാൻ. എന്താ പാടുന്നൊന്നും അറിയില്ല. ഒക്കെ സെറ്റാണെന്നാണ് നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞത്. എന്തായാലും ഒന്ന് നോക്കട്ടെ, ഇറങ്ങിപ്പോയേക്കാം. ഇതാണ് ഓ ഗൈസ്. അപ്പോൾ ഓട്ടോ സർവീസ് എന്ന് പറഞ്ഞാൽ മൗണ്ടൈനിലുള്ള ഒരു കടയിൽ തന്നെയാണ് ഗൈസ്. നമ്മൾ സിവിക്കൊക്കെ എടുക്കണാനും കണ്ട സീന് സാധനമാക്കിയിട്ട് നമ്മളെ ഇടിച്ച പാകൊന്നും കാണുന്നില്ല. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവന്. എന്തായാലും ആ ലൈറ്റ് മാറിയിട്ടുണ്ട്, ബമ്പർ മാറിയിരിക്കണ്. പിന്നെ ഇടിച്ചപ്പോൾ ആ ടയറിൻ്റെ കണ്ട ഒരു പോക്ക് പോയിന്. അപ്പോൾ ആ ടയറും മാറ്റിയിട്ടുണ്ട്. ടയർ എന്തായാലും പുത്തൻ ടയറൊക്കെ ഇട്ടിരിക്കണ്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. എന്തായാലും ഇനി മോഡിഫൈ ചെയ്യണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. ബ്ലാക്ക് ആക്കി മുമ്പിൽ ആ എംബളം വെച്ചു. അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയൊക്കെ ട്രിപ്പൊക്കെ ഇനി ഓണാവും. കാരണം ഇപ്പോൾ പുതിയ വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഓഫ് റോഡ് ട്രിപ്പാണ്. ഓഫ് റോഡ് ട്രിപ്പിനുള്ള വണ്ടിയൊക്കെ നമ്മളൊക്കെ സെറ്റാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകും, ആ ഓഫ് റോഡിൻ്റെ വണ്ടി. അപ്പോൾ എന്തായാലും ഇതുവരെ സെറ്റായിക്കണം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് പറയാനാ, നമ്മളെന്തായാലും ട്രിപ്പ് എന്തായാലും അടുത്ത ട്രിപ്പ് ഓഫ് റോഡ് ട്രിപ്പ് എൻ്റെ കാർ എടുക്കാം, എൻ്റെ പുതിയ വണ്ടി എടുക്കാം. ആളെ അപ്പോൾ ഒക്കെ സെറ്റാകാം. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ. നമ്മളെന്താ വണ്ടി കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി എന്തായാലും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാറിലതാ വേണ്ട സ്വിഫ്റ്റ് ക്രേസ് എന്തായാലും കാർ എടുത്തിരിക്കുന്നത്. നമ്മളെ സിവിക്ക് കൊടുത്ത് നമ്മൾ നേരെ വിടുക കേട്ടോ വണ്ടി. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പുതിയ വീട് എടുത്തിരിക്കുന്നു. പുതിയ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ട്രിപ്പ് ഓഫ് റോഡാണ്. അപ്പോൾ എന്തായാലും പുതിയ വണ്ടി പുതിയ വീടൊക്കെ എടുത്തിരുന്നു, സെറ്റാക്കി വെച്ചിരുന്നു. ഇനി എന്തായാലും നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളെന്തായാലും നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും തിരിച്ചു വിട്ട വണ്ടി നേരെ തിരിച്ചിടാം. തിരിച്ചിട്ടതിൻ്റെ ശേഷം നമുക്ക് ഓക്കെ റിവേഴ്സ് ഇട്ടിട്ട് നമ്മളെന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വേണ്ടപ്പോൾ അങ്ങനെ. അപ്പം